ഇപ്പോൾ ശ്രീ പി എം നാരായണൻ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നത്. ശ്രീ പി എം നാരായണൻ, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇത് പാകിസ്ഥാൻ തുടങ്ങി വെച്ചതാണ്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ നിശബ്ദമായാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് ഒമർ അബ്ദുള്ള വരെ കൃത്യമായി പറയുകയാണ്. എന്താണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം വെച്ച് പാകിസ്ഥാൻ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലോ സ്വീകരിക്കാൻ സാധ്യതയുള്ള നടപടികൾ? വളരെ വ്യക്തമാണ്. ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാന് ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. 1971 മുതൽ ശേഷം എല്ലാ കാലത്തും തെളിഞ്ഞതാണത്. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 71-ൽ പാകിസ്ഥാൻ എന്ന കളം മാറിക്കയറ്റിയത്. അതായത് ഇന്ത്യയെ 1000 വെട്ടുകളിലൂടെ ചേറി ഒലിക്കാൻ വിടുക എന്നൊരു തന്ത്രത്തിലേക്ക്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി കണ്ടുകൊണ്ടിരുന്നത്. അത് നടത്തുന്നത് ആരാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആർമിയല്ല, ഈ പാകിസ്ഥാനിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭീകരരാണ്. അതായത് ഭീകര കൃഷിയാണ് പാകിസ്ഥാന്റെ ഒരു മുഖ്യ പരിപാടി. അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഏകദേശം 25ഓളം ഭീകരവാദ കേന്ദ്രങ്ങളുണ്ട്. അതിൽ 9 ഇന്ത്യ തിരഞ്ഞെടുത്ത് ആക്രമിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയുടെ ആക്രമണം എന്നത്, ഇന്ത്യ അറ്റാക്ക് ചെയ്തത് ഭീകരവാദത്തെയാണ്, പാകിസ്ഥാൻ സ്റ്റേറ്റിനെ അല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യയുടെ ഒരു ഉറച്ച നിലപാട്. അതിനാണ് ലോക രാജ്യങ്ങളുടെ സമ്മതവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് ഒരർത്ഥത്തിൽ ഒരു കാലം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, സിന്ധു നദീജല കരാറിൽ ഇടപെടില്ല എന്ന് ലോകബാങ്ക് വ്യക്തമാക്കുകയാണ്. അതൊരു മധ്യസ്ഥ റോൾ മാത്രമാണ് ലോകബാങ്കിനുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ പല വിധത്തിൽ നേരത്തെ അവരുടെ പോസ്റ്റ് വന്നു, പക്ഷേ പിന്നീട് അവർ പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നാണ്. എന്നാൽ ലോകരാജ്യങ്ങളോട് അല്ലെങ്കിൽ സംഘടനകളോടൊക്കെ എങ്ങനെയും ഈ ഒരു സാഹചര്യം ഒന്ന് ലഘൂകരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ പക്ഷേ പാകിസ്ഥാൻ എന്ത് അനീതിയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയ സംഘടനകളോ രാജ്യങ്ങളോ പിന്തുണയ്ക്കുന്നില്ല എന്നുകൂടിയല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത്? ലോകരാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാന് ലഭിക്കുന്ന പിന്തുണ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം ഈ തീവ്രവാദത്തിനെതിരെ ലോകം ഒറ്റക്കെട്ടായ ഒരു നിലപാടെടുക്കുന്ന ഒരു തലത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മാറിയത് കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടിനുള്ളിലാണ്. ഇപ്പം ഈ IMF-ന്റെ എല്ലാം നിലപാട് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഇപ്പം ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ന് ലോക ബാങ്കിനോട് കടം ചോദിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. $1.3 ബില്യൺ സാങ്ഷൻ ചെയ്യാൻ വേണ്ടി. ഈ പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് വളരെ വളരെ പരിതാപകരമാണ്. അതായത് $130 ബില്യൺ കടമുണ്ട് രാജ്യത്ത്. അത് മാത്രമല്ല, ഇൻഫ്ലേഷൻ അതേപോലെ ബാക്കി സൂചികളെല്ലാം പാകിസ്ഥാന് എതിരാണ്. രാജ്യത്തെ സ്ഥിതിവിശേഷം, സെക്യൂരിറ്റി സിറ്റുവേഷൻ എന്ന് വളരെ വളരെ പ്രധാനമായിട്ടൊരു വിശേഷം. ഒരു മണിക്കൂറിൽ, അതായത് ഒരു ദിവസം 3 പേർ വീതം, അതിൽ ഓരോ 8 മണിക്കൂറിലും ഒരു പാകിസ്ഥാനി പൗരൻ വീതം ഈ സെക്യൂരിറ്റി ടെററിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടുള്ള ചോദ്യം, പാകിസ്ഥാൻ തന്നെ ഒരു ടെററിസ്റ്റിന്റെ വ്യക്തിമാണെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാനെ സംബന്ധിച്ചോളം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ തിരിച്ചടി എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം രാവിലെ തിരിച്ചടി മൂലം എത്രത്തോളം കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ അവരുടെ ശേഷി, അവർ വില കൊടുത്ത് വാങ്ങിയ അവരുടെ സംവിധാനങ്ങൾ, വ്യോമവേദ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഈ സൈനിക തലത്തിലുണ്ടാകുന്ന നഷ്ടം അത് വീണ്ടും അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ആ രാജ്യത്തെ സംബന്ധിച്ചോളം ഇല്ല. IMF-ന് മുൻപിലേക്ക് പോയി യാചിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ പോകുന്നു. വിപണി ഇതിനോടകം തന്നെ അവിടെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒരു പിൻവാങ്ങലിന്റെ എന്തെങ്കിലും ഒരു തിരിച്ചടി നൽകുക, രാജ്യത്തെ അവിടുത്തെ ജനതയെ ബോധ്യപ്പെടുത്തുക എന്ന രീതിയിലായിരിക്കുമോ, അതല്ല ഒരു എക്സ്കലേറ്റ് ചെയ്തുള്ള രീതിയിലേക്ക് പോകാൻ തക്ക ശേഷി ആ രാജ്യത്തിനുണ്ടോ? തീർച്ചയായിട്ടും ഒരു പിൻവാങ്ങലിന്റെ രീതിയിലേക്കാക്കാൻ പാകിസ്ഥാൻ മടങ്ങുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പിൻവാങ്ങൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഈ പാകിസ്ഥാന്റെ ഈ ഭീകരവാദ ഫാക്ടറികളൊന്നും തൽക്കാലം നിൽക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യ മുൻകരുതൽ എടുത്തുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടാവും ഇന്ത്യയുടെ. അതൊരു നിയർ ഫ്യൂച്ചറിൽ തീരുന്ന കാര്യമല്ല. അതിനൊരു കൺസിസ്റ്റന്റ്ലി ഒരു 5-10 കൊല്ലം നിരന്തരം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടാകുമ്പോൾ മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണത്. അതിന്റെ അർത്ഥത്തിലാണ് ഇപ്പൊ ഈ നദീജല കരാർ റദ്ദു ചെയ്യുകയും ഇങ്ങനെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഒരു 360 ഡിഗ്രി പ്രഷർ പാകിസ്ഥാന്റെ മേലെ അടുത്തൊരു 10 വർഷമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ ഭീകരവാദ ഫാക്ടറികളെയും മറ്റും നിർത്താനാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വീപ്പർ സെൽസിനെ, അല്ലെങ്കിൽ ഈ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിന്റെ സാധ്യതയില്ലെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഉപദ്രവിക്കുന്ന പരിപാടി തൽക്കാലം നിർത്തുമെന്ന് തോന്നുന്നില്ല.
ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വീണ്ടും തുടരും. അതിനെ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പുതുതായി വരുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രതികരണമാണ്. അദ്ദേഹം അവരുടെ നാഷണൽ അസംബ്ലിയിൽ പറയുന്നതാണ്, വി ഡിഡിൻ ഇന്റർസെപ്റ്റ് ഇന്ത്യൻ ഡ്രോൺസ് ആസ് ഇറ്റ് വുഡ് ഹാവ് ഗിവൺ അവേ അവർ ഡിഫൻസ് പൊസിഷൻസ് എന്നാണ്. അതായത് ഇന്ത്യയുടെ ആക്രമണത്തെ ഒരു തരത്തിലും നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, നമ്മുടെ സംവിധാനങ്ങളുടെ ഒക്കെ പരിധിക്ക് അപ്പുറത്തായി പോയെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ തെളിവ് എന്ന് ഒരു ഇംഗ്ലീഷ് ചാനലിനോട് ചോദിച്ച ആളാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി. അദ്ദേഹം ഇപ്പോൾ നാഷണൽ അസംബ്ലിയിൽ തന്നെ പറയുകയാണ്, നമുക്ക് ഒന്നും എതിർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ തടയിടാൻ കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നുണ്ടാകണം പാകിസ്ഥാൻ, അല്ലേ? ഈ പ്രതികരണങ്ങളെല്ലാം വരുന്നത് പാകിസ്ഥാൻ സിവിലിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ സിവിലിയൻ പാകിസ്ഥാൻ ജനത, പാകിസ്ഥാൻ സിവിലിയൻ ഗവൺമെന്റ്, പാകിസ്ഥാൻ ആർമി, ഈ ഭീകരവാദികൾ, ഇങ്ങനെ 4 പില്ലർ ഉള്ളൊരു രാജ്യമാണത്. അതിൽ ഈ മിലിറ്ററിയും ഈ ഭീകരവാദികളും ചേർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സിവിലിയൻ ഗവൺമെന്റിന് വലിയ വോയിസോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ നിൽക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പാകിസ്ഥാൻ ആർമി എന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യൻ ആർമി പോലെയൊന്നല്ല. അതൊരു വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതിന് സ്കൂളുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, റിയൽ എസ്റ്റേറ്റുകളുണ്ട്, ഈ വലിയ വലിയ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകളുണ്ട്. അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ സംഘടനകൾ പാകിസ്ഥാൻ ജനത ഒരു പരിധിവരെ അത്ര അഗ്രസീവ് ആവാതിരിക്കുകയും പക്ഷേ പാകിസ്ഥാൻ ആർമിയും ഈ ഭീകരവാദികളും ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്യുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ PM നാരായണൻ. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇന്റർനാഷണൽ ഫോറങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക, അതായത് ഈ ഇന്റർ വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടി. അപ്പോൾ അത് ലോകബാങ്കിന്റെ ഒരു മധ്യസ്ഥതയിൽ ഉണ്ടായിട്ടുള്ള ഒരു കരാറാണ്. പക്ഷേ അത് മധ്യസ്ഥ മാത്രമായിരുന്നു, പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ മധ്യസ്ഥ മാത്രം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പറയുന്നു അവർക്ക് ഇനി റോളില്ല. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം കൂടി പാകിസ്ഥാന് വിഫലമാകുന്നു, അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു, ഇന്ത്യക്ക് കുറച്ചുകൂടി ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് പാകിസ്ഥാൻ പിൻവാങ്ങിയാൽ ഇതൊക്കെ അവസാനിക്കും. പക്ഷെ പാകിസ്ഥാന് ബോധ്യപ്പെടുമോ എന്നതാണ് പ്രശ്നം.